നമസ്കാരം. ശാസ്താംപാറ ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ കാഴ്ചകളിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര ചെന്നെത്തി നിൽക്കുന്നത്. വെൽക്കം ബാക്ക് ടു R3D വ്ലോഗ്സ്. R3D വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാല ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താംപാറ ഗ്രാമീണ ടൂറിസം പദ്ധതിയിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ കാഴ്ചകൾ എത്തി നിൽക്കുന്നത്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയും ക്യാമറ സ്പെഷ്യലായി അലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 250 രൂപയുമാണ് പ്രവേശന ഫീസായി ഇവിടെ ഈടാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വിളപ്പിൽശാല വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറക്കൂട്ടം വശ്യമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നൽകുന്നത്. പ്രവേശന കവാടം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ കല്ലുകൊണ്ട് കൊത്തിയ പാത നമുക്ക് കാണാൻ സാധിക്കുന്നു. സഞ്ചാരികൾക്ക് അനായാസം അതുവഴി കയറി മുകളിലെത്താൻ സഹായകമാകുന്നു. വീക്കെൻഡുകളിലും പബ്ലിക് ഹോളിഡേയ്സിലും ഇവിടെ ധാരാളം സഞ്ചാരികളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമത്തിന്റെ ഭംഗിയിൽ പാറക്കൂട്ടങ്ങൾ അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. ഈ പാറക്കൂട്ടങ്ങളുടെ മുകളിൽ നിന്നുള്ള വ്യൂ പോയിന്റ് കാണാൻ നിരവധി സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്നു. ട്രക്കിംഗ്, മലകയറ്റം എന്നിവ പോലെയുള്ള സാഹസികത നിറഞ്ഞ യാത്രകൾ ഇഷ്ടപ്പെടുന്ന സാഹസിക സഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വളരെ നല്ല സ്പോട്ടാണ് ശാസ്താംപാറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറക്കൂട്ടങ്ങൾ. ഭൗമ ഉപരിതലത്തിൽ നിന്നും 400 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശാസ്താംപാറയിൽ നിന്നാൽ ശംഖുമുഖവും വിഴിഞ്ഞവും കോവളം ബീച്ചിന്റെയും ഒരു മിക്സർ കോമ്പോഷർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 3-4 പാറക്കൂട്ടങ്ങളുടെ ഒരു സംഗമ സ്ഥലം തന്നെയാണ് ശാസ്താംപാറയിൽ സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ശാസ്താംപാറയിൽ ഏത് സമയവും സഞ്ചാരികളുടെ ഒഴുക്കുണ്ടെങ്കിലും വൈകുന്നേര സമയങ്ങളാണ് ഇവിടെ എത്തിപ്പെടാൻ ഏറ്റവും അത്യുത്തമമായ സമയം. വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമയം തന്നെ കാണാൻ നിരവധി സഞ്ചാരികളുടെ ഒഴുക്കാണ് ഇവിടേക്ക് എത്തുന്നത്. സായാഹ്നങ്ങളിൽ എത്തുന്ന വാനരക്കൂട്ടത്തിന്റെ കാഴ്ചയും സഞ്ചാരികളിൽ കൗതുകമുണർത്തുന്ന ഒന്നായി നിലകൊള്ളുന്നു. മൊബൈൽ ക്യാമറ കൊണ്ടും മറ്റ് ക്യാമറകൾ ഉപയോഗിക്കുന്നവരും ഈ വാനരക്കൂട്ടത്തിൽ നിന്ന് അകന്നു തന്നെ നിൽക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പകർത്താനെടുക്കുന്ന ക്യാമറയും മൊബൈലുകളും ഇവർ തട്ടിക്കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും 14 കിലോമീറ്റർ അകലെയായാണ് ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത്. ശാസ്താംപാറയുടെ മുകളിലൂടെയുള്ള സഞ്ചാരം സാഹസിക സഞ്ചാരികൾക്കാണ് ഏറ്റവും കൂടുതൽ കൗതുകമുണർത്തുന്നത്. വളരെ കൗതുകം നിറഞ്ഞ ഈ ശാസ്താംപാറയിൽ എപ്പോഴും സഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും ഇടിയും മിന്നലുമുള്ള സമയങ്ങളിൽ ഇവിടെ എത്താതിരിക്കുന്നതാണ് അത്യുത്തമം. സോഷ്യൽ മീഡിയകളിലും മറ്റും കൗതുകം നിറഞ്ഞ കാഴ്ചകൾ പകർത്താനായി നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ആരംഭ സമയത്ത് കൈവരികളൊന്നുമില്ലാതെ നിലനിന്ന ശാസ്താംപാറയിൽ ഇന്ന് കൈവരികൾ വെച്ച് പിടിപ്പിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കുടുംബമായി എത്തുന്ന സഞ്ചാരികൾക്ക് കുട്ടികൾക്ക് കളിക്കാനായി പ്രത്യേക കളിസ്ഥലവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ശാസ്താംപാറ ഹില്ലിന്റെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ശാസ്താംപാറയുടെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ നിന്ന് കാണാൻ പറ്റുന്ന അടുത്തുള്ള മറ്റൊരു പാറയാണ് കടുമ്പൂ പാറ. ശാസ്താംപാറയിൽ നിന്നും 6.5 കിലോമീറ്റർ അകലെയാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങളിൽ എത്തുന്ന സഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന പ്രധാന സ്പോട്ടാണ് കടുമ്പൂപ്പാറ. കടുമ്പൂപ്പാറയുടെ മുകളിൽ ധാരാളം വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വളരെ അനായാസമായ പോയിന്റ് വ്യൂ കാണാൻ സാധിക്കപ്പെടുന്നു. നടന്നു കയറാൻ പറ്റാത്ത സഞ്ചാരികൾക്ക് വാഹനങ്ങളിലെത്തി കാണാൻ പറ്റുന്ന വളരെ നല്ല ഒരു സ്പോട്ടാണ് കടുമ്പൂപ്പാറ. കടുമ്പൂപ്പാറയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക്
വൈകുന്നേരങ്ങളിലുള്ള സൺസെറ്റ് വളരെ മനോഹരമായി കാണാൻ സാധിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാലയിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താംപാറ സഞ്ചാരികൾക്ക് ഏറ്റവും നല്ല കാഴ്ചകൾ നൽകുന്ന ഒന്നായി ഇന്നും നിലകൊള്ളുന്നു. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.